ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും അംഗൻവാടികളിലും വനിതാ ശിശു വികസന വകുപ്പിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനോടൊപ്പം പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 20 രാവിലെ 11 മണിക്ക് ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നുണ്ട്. കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷനിലെ 4ാമത്തെ നിലയിലുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ വെച്ചാണ് ജോബ് ഡ്രൈവ് നടത്തുന്നത്. മിനിമം 10ാം ക്ലാസ് യോഗ്യത മുതൽ ബിരുദം, ബിരുദാനന്തര ബിരുദം എന്നീ യോഗ്യതയുള്ളവരായ 40 വയസ്സിൽ താഴെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിനായി ജോബ് ഡ്രൈവിൽ പങ്കെടുക്കാം. മാനേജ്മെൻറ്റ് അസോസിയേറ്റ്, ബിസിനസ് ഡെവലപ്പർ, HR എക്സിക്യൂട്ടീവ്, HR മാനേജർ, ബ്രാഞ്ച് മാനേജർ, ഇൻഷുറൻസ് മാനേജർ, അസിസ്റ്റൻറ്റ് ഇൻഷുറൻസ് മാനേജർ, ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ്, മക്ഡൊണാൾഡ്സ് ജനറൽ സ്റ്റാഫ് തസ്തികകളിലേക്കാണ് അഭിമുഖം നടക്കുന്നത്. ഒറ്റത്തവണയായി 300 രൂപ മുടക്കി രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് തിരുവനന്തപുരത്തെയും മറ്റു ജില്ലകളിലെയും എംപ്ലോയബിലിറ്റി സെൻറ്ററുകൾ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് ആഴ്ചതോറും നടത്തുന്ന അഭിമുഖങ്ങൾ, ജോബ് ഫെയർ എന്നിവയിൽ പങ്കെടുക്കാം. ഒറ്റത്തവണ രജിസ്റ്റർ ചെയ്യുന്നതിനായി ആധാർ കാർഡ് കൊണ്ടുവരേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഭിമുഖങ്ങളിൽ പങ്കെടുത്ത് ജോലി നേടുന്നതിന് പ്രാപ്തരാക്കുന്നതിന് ആവശ്യമായ സോഫ്റ്റ് സ്കിൽ, കമ്പ്യൂട്ടർ പരിശീലനവും എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ലഭ്യമാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ പാമ്പാക്കുട ICDS പ്രോജക്റ്റിൻ്റെ പരിധിയിലുള്ള രാമമംഗലം ഗ്രാമപഞ്ചായത്തിലെ 14ാം വാർഡിൽ പ്രവർത്തിക്കുന്ന കോരങ്കടവ് അങ്കണവാടിയിൽ പൽന സ്കീമിൻ്റെ ഭാഗമായി ആരംഭിക്കുന്ന കൃഷിയിലേക്ക് വർക്കർ ഹെൽപ്പർ തസ്തികയിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. രാമമംഗലം പഞ്ചായത്തിലെ 14ാം വാർഡിൽ സ്ഥിര താമസക്കാരായ വനിതകൾക്ക് അപേക്ഷിക്കാം. വാർഡിൽ യോഗ്യരായ അപേക്ഷകർ ഇല്ലാത്ത പക്ഷം സമീപ വാർഡുകളിലെ യോഗ്യരായ വനിതകളെയും പരിഗണിക്കും. വർക്കർ തസ്തികയ്ക്ക് +2 പാസ്സായിരിക്കണം. ഹെൽപ്പർ തസ്തികയ്ക്ക് 10ാം ക്ലാസ് വിജയമാണ് യോഗ്യത. ഇരു തസ്തികകളിലേക്കും 2026 ജനുവരി 1 35 വയസ്സ് തികയാൻ പാടില്ല. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, ജാതി, മതം, താമസം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം പൂരിപ്പിച്ച അപേക്ഷകൾ ജൂൺ 24 ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി പാമ്പാക്കുട ശിശു വികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയത്തിൽ നേരിട്ടോ തപാൽ മാർഗമോ സമർപ്പിക്കണം. അപേക്ഷയോടൊപ്പം 5 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച കവർ കൂടി ഉൾപ്പെടുത്തണം. തപാൽ വഴി അപേക്ഷ അയക്കുന്നവർ ശിശു വികസന പദ്ധതി ഓഫീസർ, ശിശു വികസന പദ്ധതി ഓഫീസ്, പാമ്പാക്കുട, അഞ്ചൽപ്പെട്ടി PO, പിൻ നമ്പർ 686667 എന്ന വിലാസത്തിൽ ജൂൺ 24 ലഭിക്കുന്ന വിധം അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവർ നിയമനത്തിനുള്ള അഭിമുഖം ജൂൺ 22 രാവിലെ 11 മണിക്ക് കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ നടക്കും. 18 മുതൽ 56 വരെ പ്രായപരിധിയുള്ളവരും SSLC, LMV ഡ്രൈവിംഗ് ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം. താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ ജില്ലാ ICDS അർബൻ 3 പ്രോജക്റ്റിന് കീഴിൽ അങ്കണവാടി വർക്കർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ കോർപ്പറേഷൻ വാർഡ് 1 മുതൽ 7 വരെ വാർഡുകളുടെയും 63 മുതൽ 76 വരെ വാർഡുകളുടെയും പരിധിയിലുള്ളവരും 10ാം ക്ലാസ് പാസ്സായവരുമായിരിക്കണം. പ്രായപരിധി 18 മുതൽ 46 വയസ്സ് വരെയാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 30 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ, പകൽവീട് കെയർടേക്കർ തസ്തികകളിൽ ദിവസവേതന കരാർ നിയമനത്തിനുള്ള അഭിമുഖം ജൂൺ 20 രാവിലെ 10:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. യോഗ്യത കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ, MSW അല്ലെങ്കിൽ വുമൺ സ്റ്റഡീസ് അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ സൈക്കോളജി ആണ്. പകൽവീട് കെയർടേക്കർ +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി ആണ്. പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ നിങ്ങളുടെ അപേക്ഷ, ബയോഡേറ്റ, തിരിച്ചറിയൽ രേഖ, അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അടുത്തത് മലപ്പുറം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 20 രാവിലെ 10 മുതൽ 1 വരെ തൊഴിൽമേള നടക്കും. മുൻകാലങ്ങളിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രവേശനം സൗജന്യമായിരിക്കും. ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോ, ആധാർ കാർഡിൻ്റെ പകർപ്പ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, ബയോഡേറ്റ 6 കോപ്പി എന്നിവ സഹിതം മലപ്പുറം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ വനിതാ ശിശു വികസന വകുപ്പിൽ അസിസ്റ്റന്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള അഭിമുഖം ജൂൺ 22 രാവിലെ 10 മണിക്ക് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിലെ ICDS ഓഫീസിൽ നടക്കും. യോഗ്യത അംഗീകൃത ബോർഡിൽ നിന്നോ തത്തുല്യ ബോർഡിൽ നിന്നോ 12ാം ക്ലാസ് വിജയമാണ്. കൂടാതെ കമ്പ്യൂട്ടർ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. പരിചയസമ്പന്നർക്ക് വെയിറ്റേജ് ഉണ്ടായിരിക്കും. പ്രായപരിധി ജൂൺ 15 40 വയസ്സ് കവിയരുത്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.